എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. We are very proud. So a warm welcome back to Kerala. Sanju now became a brand ambassador of Kerala. So we are very proud. Especially Keralites, rather than at Trivandrum, on behalf of Trivandrum and on behalf of my party, we are. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി? എന്താണ് ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സമുന്നതനായ നേതാവ് പറയണേ എന്നുള്ള കാര്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. തിരുവനന്തപുരം എന്ന് മനസ്സിലാക്കി, സഞ്ജു എന്ന് മനസ്സിലാക്കി, ബ്രാൻഡ് അംബാസിഡർ, പിന്നെന്താ പറയണ അമ്മായി പാർട്ടി, അങ്ങനെ എന്തൊക്കെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മനസ്സിലാക്കണ്ടേ. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നോ എന്താ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥമെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അറിയണവരൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അവനവനറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുക. ചിലവർക്കൊരു പൊങ്ങച്ചയുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ വലിയ ആളാവുന്നുള്ള ഒരു പൊങ്ങച്ചം പലർക്കും ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല മാതൃഭാഷയായ മലയാളത്തിൽ നല്ല വെടുപ്പോടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. നിങ്ങളെന്താ പറയണേന്നും നിങ്ങളെന്താ പറയാൻ ഉദ്ദേശിച്ചതെന്നെല്ലാം അവർക്ക് മനസ്സിലാവും. അത് പറയാനായിട്ട് നല്ല മലയാളം മാതൃഭാഷയുണ്ടല്ലോ. നമുക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല, നമുക്കറിയാവുന്ന ഭാഷ മലയാളമാണ്. ഞാനൊക്കെ അതുകൊണ്ട് വീഡിയോയിലും മലയാളത്തിൽ തന്നെ സംസാരിക്കാറുള്ളൂ. വെറുതെ മുറി ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിന് ട്രോൾ ഇടാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയല്ലേ ഏറ്റവും നല്ലത്. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാലും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാലും നിങ്ങൾ MA LLB ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് നിങ്ങളിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നില്ല സഖാവേ. T20 വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാരതം T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടപ്പോൾ എൻ്റെ അറിവിൽ രണ്ട് കൂട്ടരെയാണ് വല്ലാതെ സോഷ്യൽ മീഡിയ ഏറിൽ കയറ്റിയത്. ഒന്ന് രവിശാസ്ത്രി കമൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ന്യൂസിലാൻഡിൻ്റെ 10ാമത്തെ വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോൾ അറിയാതെ രവിശാസ്ത്രിയുടെ വായിന്ന് വീണു. ന്യൂസിലാൻഡിൻ്റെ 9ാമത്തെ വിക്കറ്റും പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കമൻറ്റ് വന്നു. അതിനെ സോഷ്യൽ മീഡിയ ട്രോളി രവിശാസ്ത്രിയെ അങ്ങോട്ട് ഇല്ലാതെ ആക്കി കളഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ട്രോളിയത്, എൻ്റെ അറിവിൽ ട്രോളിയത് ഈ സഖാവ് ബേബി സഖാവിനെയായിരുന്നു. കാരണം ലോകം മുഴുവൻ ഒട്ടുമിക്ക ആൾക്കാരും, രാജ്യത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും T20 വേൾഡ് കപ്പ് ഫൈനൽ TV-യിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ടാള് ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പം തന്നെ ഏകദേശം 255 റൺസ് ഇന്ത്യ അടിച്ചെടുത്തപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ചു T20 വേൾഡ് കപ്പ് ഇന്ത്യ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പിച്ചപ്പോൾ രണ്ടാൾക്കാർ തൊട്ടടുത്ത തുണിക്കടയിൽ പോയിട്ട് ഒരു ചുവന്ന തുണിയൊക്കെ വാങ്ങിയിട്ട് സഞ്ജുവിൻ്റെ വീട്ടിൻ്റെ പടിക്കൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. പടിക്കൽ കാവലിരുന്നു. വേൾഡ് കപ്പ് ഇന്ത്യ നേടിയപ്പോഴത്തേക്കും ഈ രണ്ടാളും ഓടി സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരണം. സഞ്ജുവിൻ്റെ ഫാദറിനെ ഈ ചുവന്ന തുണി പുതപ്പിക്കണം, ഒരു ഷാള് പോലെ ഇടിയിക്കണം സഞ്ജുവിൻ്റെ ഫാദറിനെ. ശരിക്കു വേണ്ടത് ദേശീയ പതാകയായിരുന്നു. കാരണം സഞ്ജു പാർട്ടിയുടെ ജില്ലാ സമ്മേളന പ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയോ ഒന്നും അല്ല ചെയ്തത്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി T20 വേൾഡ് കപ്പിൽ കളിച്ച് 2 മത്സരങ്ങളിൽ മാൻ ഓഫ് ദ മാച്ചും മൊത്തം മാൻ ഓഫ് ദ സീരീസുമായി രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും യശസ് വാനോളം ഉയർത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഈ ചുവന്ന തുണിയല്ല ഇടേണ്ടത്. സഞ്ജു അവിടെ ഉണ്ടായിരുന്നില്ല, പകരം സഞ്ജുവിൻ്റെ ഫാദറിനെയാണ് ഈ ചുവന്ന തുണി ഷാളായിട്ട് ഇടിയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ദേശീയ പതാകയായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. പകരം ഈ ചുവന്ന തുണി കൊടുത്ത് എന്തോ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്കൊക്കെ സഞ്ജുവിനെ തെരഞ്ഞെടുത്തതുപോലെ ഈ ചുവന്ന തുണി കൊടുത്തു. അതിന് ട്രോളി ഇവരെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പലരും അതിലിടുന്ന കമൻറ്റുകൾ കണ്ടു. സഖാവേ, ബേബി സഖാവേ, അങ്ങ് അഖിലേന്ത്യാ നേതാവല്ലേ, അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ പാർട്ടിയുടെ, അപ്പോൾ എല്ലാ മറ്റുള്ള കളിക്കാരെയും കൊണ്ടുപോയിട്ട് ഈ ചുവന്ന തുണി കൊടുക്കണം
എന്ന് പറയുന്നു. ചിലവർ അതിൻ്റെ മുകളിൽ താഴെ കമൻ്റ് ഇടണം. മറ്റുള്ള കളിക്കാർക്കൊക്കെ ഈ ചുവന്ന തുണി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓടിച്ചിട്ട് അടിക്കും, ഈ ചുവന്ന തുണി എടുത്ത് വലിച്ചെറിയും, ഇത് കേരളത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലൊക്കെ ട്രോളിലിട്ടിട്ട് രണ്ടുപേരെയും ഏറെ കയറ്റിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഇതാ വീണ്ടും കുന്തത്തുനിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത അടുത്ത ആളും ഗംഭീര ഇംഗ്ലീഷ് പറഞ്ഞ് വീണ്ടും ട്രോളിലേക്കായിട്ടുണ്ട്. അവനോൻ അറിയാവുന്ന ഭാഷയിൽ അവനോൻ അറിയാവുന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ, എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് ഇങ്ങനെ കുന്തത്തുനിന്ന് ഇറങ്ങാൻ സമയമില്ലാതെ നടക്കുന്നത്. പണ്ട് കർണാടകയിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അത് ഇപ്പോഴും സോഷ്യൽ മീഡിയ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറന്നിട്ടാണോ രണ്ടാമത് ഇങ്ങനെ ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞതെന്ന് മാത്രം അറിയില്ല. എല്ലാവർക്കും എന്തായാലും നമസ്കാരം. ഇംഗ്ലീഷ് കേട്ടിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണവർ ഒന്ന് പറഞ്ഞുതരാം. നമസ്തേ.